ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നൂറ്റൊന്ന് കൂട്ടാൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നൂറ്റൊന്ന് കൂട്ടാൻ എന്ന് പറയുമ്പം ആരും പേടിക്കണ്ട, നമ്മുടെ ഇഞ്ചിക്കറിയാണ്. പണ്ടുള്ളവര് പറയുന്നത് 101 കൂട്ടാൻ്റെ ഗുണമുള്ള ഒരു കറിയാണ് ഇഞ്ചിക്കറി എന്നാണ്. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറിക്ക് വേണ്ടി നമ്മൾ ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞ്. പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയൊക്കെയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് പുളി വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ, ടീസ്പൂണാണ്. പിന്നെ കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത് കായപ്പൊടി, ഇത് ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട്, നമുക്കിന് ശർക്കര വേണം, കുറച്ച് മധുരം വേണമല്ലോ ഇഞ്ചിക്കറിക്ക്. ഇതെല്ലാം ചേർത്ത് നമുക്കൊരു അടിപൊളി ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതായത് 101 കൂട്ടാൻ്റെ ഗുണം ചെയ്യുന്ന ഒരു ഇഞ്ചിക്കറി. ഞാനിവിടെ ഇഞ്ചിക്കറി വെക്കുന്നത്, സാധാരണ നമ്മളിത് അരിഞ്ഞ് വറുത്ത് പൊടിച്ച് ഇഞ്ചിക്കറി വെക്കും. ഇതിപ്പം ഞാൻ ചെയ്യുന്നത്, ഇതിപ്പം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കുകയോ അല്ലെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്കിത് കുറച്ച് ഇതിൻ്റെ നീര് കളയണ്ട, ആ നീര് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നീര് കുറച്ച് മാറ്റണം. കാര്യം അതിന് കുറച്ച് കുറേ എരിവൊക്കെ ഉണ്ട്, കുറച്ച് ഗ്യാസും ഒക്കെ. അപ്പം ആ നീര് മാറ്റിയിട്ട് നമുക്ക്, അപ്പം നീര് മാറ്റുന്ന പറഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ രുചിയൊന്നും കുറയില്ല, അടിപൊളി രുചി തന്നെയായിരിക്കും. അപ്പം നമുക്ക് ആ നീര് മാറ്റി വെക്കാം. എന്നിട്ട് ആ നീര് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമുക്ക് പിന്നെ കാണാം. അപ്പം നമുക്ക് അത് ആദ്യം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്യാം. ഇഞ്ചി നന്നായിട്ട് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് തിളപ്പിച്ച് ആറിയ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ നീര് കുറച്ചെടുക്കാം. നമ്മളിതാ ഇഞ്ചി വെള്ളമൊക്കെ ഒഴിച്ചത് തിളപ്പിച്ചാരിയ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നീരാണിത്. ഇത് വെള്ളമാണ് കൂടുതൽ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തെ ആ മട്ട് തെളിഞ്ഞ് ഇവിടെ താഴെ ഇങ്ങനെ അടിഞ്ഞു വരും. എന്നിട്ട് നമുക്ക് ഈ നീര് ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇതെന്തായാലും മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇത് പിഴിഞ്ഞ് വെച്ച ഇത് നമുക്ക് ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തു. പിന്നെ ഞാനത് കുറച്ച് നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല. നമുക്കിനി ഇത് ഒന്ന് എടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അല്പം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കയറ്റാവേ. വെളുത്തുള്ളി ഞാനിവിടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതുപോലെ തന്നെ വേണേൽ കറി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കാം. അപ്പം കുറച്ചുകൂടെ ഒന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ. വേഗം ഒന്ന് കറക്കിയിട്ട് വരാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാവേ. പുളി കുറച്ചുകൂടെ വെള്ളം വേണം.
നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പൊടിച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇത്ര ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് അല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നൂറ്റൊന്ന് കറിയെന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ് കേട്ടോ. ഇഞ്ചിക്കറി ഈ ഒരൊറ്റ കറി മതി, നമുക്ക് കുറേ കഴിക്കാം. ആഹാരം ചോറൊക്കെ ആണെങ്കിലും നമ്മൾ ഇഷ്ടം പോലെ നല്ല അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ദോശയുടെ കൂടെ, ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ 101 കൂട്ടം കറി എന്തെളുപ്പമായി നോക്ക്. നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. കാര്യം എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ആ ഒരു മട്ട്, അതായത് ആ ഒരു കുറച്ച് പിഴിഞ്ഞു വെച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനത്ര കാരച്ചവയൊന്നുമില്ല. ഇതും നല്ലതാണ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ അടിഞ്ഞു വരുന്നത്, അവിടെ വെളുത്തത് ഇപ്പം തന്നെ കുറച്ച് വന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇഞ്ചിക്കറി നമ്മുടെ പെട്ടെന്ന് എളുപ്പമായതുകൊണ്ടാണ്. ഇത് എന്തായാലും ഒരു 2 മണിക്കൂർ കഴിയുമ്പം ഇഞ്ചി ഈ ജ്യൂസ് ഇതിൻ്റെ അകത്തെ ആ ഒരു കട്ടെല്ലാം താഴെ വന്നടിയും. എന്നിട്ട് നമുക്കത് കളയാം. എന്നിട്ട് ആ നീര് നമ്മളെടുത്ത് കുറച്ച് വിനാഗിരി, ഉപ്പ്, ഇത്തിരി പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അന്നേരം എടുത്ത് കുടിച്ചാൽ മതി. നമുക്കിത് നല്ലൊരു ജ്യൂസാണിത്. പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി അത് കട്ടൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട്, വലിയ എരിവൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇനി ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഇഞ്ചിക്കറി നല്ല അടിപൊളിയാണ്. ഇതാകണ്ടല്ലേ, നല്ല ടേസ്റ്റി ഇഞ്ചിക്കറിയാണ്. നല്ല രുചിയാണ്, അടിപൊളി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.